എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഗൗതം അദാനി ഇൻഡിക്റ്റഡ് ഇൻ US ഓവർ ചാർജസ് ഓഫ് ബ്രൈബറി, സെക്യൂരിറ്റീസ് ഫ്രോഡ് എന്ന് പറയുന്നൊരു ന്യൂസാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ്. അത് തന്നെയാണ് മറ്റ് പത്രങ്ങളിലെയും ന്യൂസ്. ഗൗതം അദാനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിലെ പലർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് US ചില ഇപ്പം US ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോർട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ US US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമല്ല, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ് കമ്പനിയുണ്ട്, SECI, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കമ്പനി ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു, ഞാനത് ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ടല്ലത് പറയുന്നത്, എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്, 8 ജിഗാവാട്ട് ആണെന്ന് തോന്നുന്നു. 8 ജിഗാവാട്ട് ഓഫ് സോളാർ പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പ് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഏതാണ്ട് 50,000 കോടി 50,000 ക്രോഴ്സിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഈ 50,000 ക്രോഴ്സിന്റെ പ്രോജക്റ്റിൽ അപ്പം ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സോളാർ എനർജി പവർ പ്രൊഡക്ഷൻ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇന്ന് ഉണ്ടാവുന്ന ഇങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവർ, ഇത് 2019-20 പീരീഡിലായി, കോവിഡിന്റെ ഒക്കെ സമയത്താണ് സംഭവിക്കുന്നത്. ആത്മനിർഭർ ഭാരത് സ്കീം എന്നൊക്കെ പറഞ്ഞ അന്ന് കോവിഡിന്റെ സമയത്ത് മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിന്റെ അണ്ടറിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം പക്ഷെ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പവർ ഉണ്ടല്ലോ, അദാനി ഗ്രൂപ്പാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പവറിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഈ പ്രൈസ് കൂടുതലായിട്ട് പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഇത് പർച്ചേസ് ചെയ്യാൻ മടിച്ചു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ മടിച്ചപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു പദ്ധതി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഏതാണ്ട് 2,000 കോടി രൂപയിൽ കൂടുതൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനും, അതായത് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അതുപോലെ പൊളിറ്റീഷ്യൻസിനും ഒക്കെ ബ്രൈബ് കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് ഈ പവർ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ. അപ്പൊ അത് പ്രകാരം ആന്ധ്രാപ്രദേശിന്റെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് ഏതാണ്ട് 1,750 ക്രോഴ്സ് അദാനി ഗ്രൂപ്പ് കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ്, അതുപോലെ അന്ന് ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്, ഇപ്പോഴത്തെ പോലെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ഇല്ല. അതുപോലെ തന്നെ പിന്നീട് ഒഡീഷ ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എല്ലാവരും ഈ പവർ ഇതിന് ശേഷം ഈ അദാനി ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നുള്ള കമ്മീഷൻ പറ്റിക്കൊണ്ട് ഉയർന്ന പ്രൈസിന് പവർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കറപ്റ്റ് പ്രാക്ടീസസ് ആണ്. കാര്യം ബ്രൈബ് കൊടുത്തുകൊണ്ട് ഉയർന്ന റേറ്റിൽ പവറൊക്കെ പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ബ്രൈബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറ്റമാണല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ്. അപ്പൊ ഇതുപോലെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയതിനോടൊപ്പം തന്നെ ഈ US മാർക്കറ്റിൽ നിന്ന് പൈസ പിന്നീട് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇല്ലീഗലായിട്ട് അദാനി ഗ്രൂപ്പ് കളക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ 2 കേസസ് എന്നല്ല അദാനി ഗ്രൂപ്പിന് അഗൈൻസ്റ്റ് ആയിട്ട് US ഫയൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ന്യൂസ് വരികയും അത് ഇന്നത്തെ ഹിന്ദുവിലേക്ക് വലിയ ന്യൂസ് ആകുകയും ചെയ്തു. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണല്ലോ അംബാനിയുടെ റിലയൻസ് കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എവറി സെക്ടേഴ്സ് ദേ ആർ ടച്ചിങ്, ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ പവർ, എവറിത്തിങ്, പിന്നെ ഇതുപോലെ റിന്യൂവബിൾ എനർജി സോഴ്സ്, എല്ലാ മേഖലയിലും അദാനി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ മേഖലയിലെല്ലാം തന്നെ വലിയ ഇടിവ് സ്റ്റോക്ക് മാർക്കറ്റിൽ രേഖപ്പെടുത്തുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഇൻഡിസസ് ആയ നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആയ നിഫ്റ്റി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആയ സെൻസെക്സ്, ഇതെല്ലാം വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടും പറയപ്പെടുന്നു. ഇതൊക്കെയാണ്. ഇതൊന്നും ഫ്രണ്ട് പേജിലില്ല, ഞാൻ ഈ പറഞ്ഞ സെൻസെക്സിന്റെ, നിഫ്റ്റി, ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങളൊന്നും. പക്ഷെ അതൊക്കെ അകത്തെ പേജിലുണ്ട്. ഇപ്പൊ ഫ്രണ്ട് പേജിലെ ന്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ താഴോട്ട് വരുമ്പോൾ കൺസെൻസസ് ഓൺ ന്യൂ ക്ലൈമറ്റ് ഫിനാൻസ് ഗോൾ റിമെയിൻസ് എലൂസീവ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം അസർബൈജാനിലെ ബാക്കൂവിൽ വെച്ച് നടക്കുന്ന COP29 സമ്മിറ്റ്, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 29th സമ്മിറ്റ് ഇന്ന് തീരുവാണ്. പക്ഷെ ഇന്ന് തീർന്നെങ്കിലും QGയുടെ കാര്യത്തിൽ, NCQG മീൻസ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, അതായിരുന്നു ഇപ്പോഴത്തെ COP29 സമ്മിറ്റിന്റെ എയിം. NCQG അല്ലെങ്കിൽ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്ന സംഭവം സെറ്റ് ചെയ്യുക. പക്ഷെ അത് ഇതുവരെയ്ക്കും അതിലൊരു കൺസെൻസസിൽ എത്താൻ പറ്റില്ല. NCQG refers to money that will be given by developed countries to developing nations to help them transition away from fossil fuels and curb greenhouse gas emissions. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് അവർ മാറിയിട്ട് ഈ കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള എനർജീസിലേക്ക് മാറണം. അങ്ങനെ ട്രാൻസിഷൻ നടത്തിക്കൊണ്ട് വേൾഡിന്റെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം.
ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഫണ്ടിങ് ഡെവലപ്പിംഗ് നേഷൻസിന് കൊടുക്കണം. അതാണ് NCQG എന്ന് പറയുന്നത്, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. ഓൾറെഡി $100 ബില്യൺ വെച്ച് 2020 തൊട്ട് ഡെവലപ്പിംഗ് നേഷൻസിന് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് കൊടുക്കണമെന്നാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്ന് ഡെവലപ്പിംഗ് നേഷൻസ് പറയുന്നു. പക്ഷേ ഡെവലപ്ഡ് നേഷൻസ് പറയുന്നു കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ $115 ബില്യൺ തന്നിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷെ എന്തായാലും 2025, അതായത് അടുത്ത വർഷം ആകുമ്പം ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് അനുസരിച്ച് ഈ പറഞ്ഞ $100 ബില്യൺ കൊടുത്താൽ പോരാ. അതുവരെ 2020 തൊട്ട് 25 $100 ബില്യൺ കൊടുത്താൽ മതി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടുതൽ ഉയർന്നൊരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അത് എത്രയാണെന്ന് കണ്ടെത്തുകയാണ് NCQG എന്ന് പറയുന്ന സംഭവം, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. അതിൽ ഒരു കൺസെൻസസും റീച്ച് ചെയ്യാൻ ഈ COP29 സമ്മിറ്റിൽ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് നേഷൻസും തമ്മിലുള്ള ആ ഒരു ഡെഡ് ലോക്ക്, ആ ഒരു ലോക്ക് ജാം ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ CAQM സബ്മിഷൻസ് ഇൻ സുപ്രീം കോർട്ട് ഇഗ്നോർ ഇൻക്രീസ് ഇൻ പാഡി ബേൺഡ് ഏരിയാസ് ഇൻ പഞ്ചാബ്, ഹരിയാന. CAQM എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, CAQM കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ വന്ന എഡിറ്റോറിയൽ CAQM കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡൽഹിയിൽ ഓരോ ദിവസവും പൊല്യൂഷൻ സിവിയർ ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്ന പുവറായിട്ടും ഒക്കെ നിലനിൽക്കുമ്പോൾ അതിൽ ഇഫക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സെൻട്രൽ ഗവൺമെന്റ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ CAQM ഡൽഹിയുടെയും അഡ്ജോയിനിങ് ഏരിയാസിലെയും എയർ ക്വാളിറ്റി മാനേജ് ചെയ്യാനുള്ള മാൻഡേറ്റ് ഉള്ള സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ആർക്കും കഴിയുന്നില്ല എന്നൊരു രീതിയിലുള്ള എഡിറ്റോറിയലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അത് മാത്രമല്ല സുപ്രീം കോർട്ടിൽ ഇപ്പോൾ CAQM ഈ പാഡി ബേണിംഗ് അല്ലെങ്കിൽ സ്റ്റബിൾ ബേണിംഗ് മൂലമാണല്ലോ, പഞ്ചാബിലും ഹരിയാനയിലുള്ള സ്റ്റബിൾ ബേണിംഗ് ആണ് ഈ ഡൽഹിയിലെ ഇപ്പോഴത്തെ ഇത്രയും പ്രശ്നമാവാൻ ഉള്ള കാരണം. ഡൽഹിയിൽ നിന്ന് ഇപ്പോഴെന്നല്ല എപ്പോഴും മെയിൻ പ്രശ്നം അതാണ്. അപ്പൊ ഈ സ്റ്റബിൾ ബേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് CAQM കൊടുക്കുന്ന ഡേറ്റ പോലും, സുപ്രീം കോടതിക്കൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ പോലും കറക്റ്റ് അല്ല എന്നൊരു അലിഗേഷനും ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. ഇനി അത് കഴിഞ്ഞ് അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് പേജിൽ ഫസ്റ്റ് സ്റ്റേറ്റ് പേജിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതിനടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനടുത്ത് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കാര്യം പറയാണ്ട്. ഇന്ത്യ ടു ഹോസ്റ്റ് ഗ്ലോബൽ മീറ്റ് ഓഫ് കോഓപ്പറേറ്റീവ്സ് ഇൻ ഡൽഹി ഫ്രം November 25 എന്നൊരു ന്യൂസ് കാണാം. November 25 മുതൽ സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് കോഓപ്പറേറ്റീവ്സിന്റെ ഒരു ഗ്ലോബൽ മീറ്റ്, ICA എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. ICA ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, ലോകത്തിലെ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ICA ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത്. അതിന്റെ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ്, അതിന് 130-year ലോങ് ഹിസ്റ്ററി ഉണ്ട്. അതായത് more than 1 century ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ICA ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. ഇറ്റ്സ് മീറ്റിംഗ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് 130-year history. 130 years history, for the first time the meeting of ICA International Cooperative Alliance is going to take place in India, that is in New Delhi. Indian Prime Minister Narendra Modi will inaugurate that conference, and United Nations International Year of Cooperative 2025 will be launched by Narendra Modi in that meeting. United Nations in the International Year of Cooperatives on 2025 അടുത്ത വർഷം അതിന്റെ ലോഞ്ചിങ്ങും ഈ മീറ്റിംഗിൽ മോദി ചെയ്യും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ്സ് 1-2 ഇന്ത്യയിലാണ്. വേൾഡിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരെണ്ണമാണ് IFFCO എന്ന് പറയുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. IFFCO, IFFCO, IFFCO expansion, Indian Farmers Fertilizers Cooperative, Indian Farmers Fertilizers Cooperative. Another big cooperative from India is Amul, Anand Milk Union Limited. Amul you all know very well because Amul is a household name in India. It is the biggest milk cooperative in India, and it is one of the biggest cooperatives all around the world. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതുള്ളൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതാണ് അവിടെയുള്ള ന്യൂസ്. പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് താഴെയുണ്ട് അതേ പേജിൽ തന്നെ. കർബ്സ് ഇമ്പോസ്ഡ് ഓൺ ആനുവൽ ടെമ്പിൾ ജാത്ര ഇൻ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മൈസൂർ ആണ് മെയിൻലി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നത്. കർണാടകത്തിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അല്ലെ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയുള്ള ഇടയ്ക്കുള്ള പേജുകളൊന്നും വേണ്ട, നമ്മൾ നേരെ പോകുന്നത് എഡിറ്റോറിയൽ പേജിലേക്കാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ,
എൻഡിങ് ദ ട്രാജഡി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ വിഷയം. മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 1.5 വർഷമായിട്ട് മെയ്റ്റി കുക്കി കമ്മ്യൂണിറ്റീസിന്റെ വയലൻസ് മൂലം ആ സ്റ്റേറ്റിന്റെ കഷ്ടപ്പാടുകൾ, ആദ്യം ഉണ്ടായ കലാപത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു, സ്റ്റേറ്റിലെ പല പാർട്ടിലേക്കും അത് വ്യാപിച്ചു, പിന്നെ സെക്യൂരിറ്റി ഫോഴ്സസ് ഒരുവിധമൊക്കെ അത് കൺട്രോൾ ചെയ്തു, പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വയലൻസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാ ഇപ്പം കൺസിലിയേഷൻ എഫേർട്സ് ഒക്കെ ഉണ്ടായിട്ടും അന്ന് ആദ്യത്തെ കലാപത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകാതിരുന്ന ജിരിബാം പോലുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിക്റ്റുകളിൽ, മണിപ്പൂരിലെ ജിരിബാം പോലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഈ വയലൻസ് വേറൊരു ലെവലിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ, ഈ 2 കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ, അത് കൊച്ചുകുട്ടികളൊന്നും ഒന്നും വ്യത്യാസം ഇല്ലാതെ ഡീപ് ഡിവിഷൻ, എത്നിക് ഡിവിഷനാണ് ആ സ്റ്റേറ്റിൽ ഈ 2 ജനവിഭാഗങ്ങളുടെ ഇടയിൽ, കുക്കിയുടെയും മെയ്റ്റിയുടെയും ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകര പ്രസ്ഥാനങ്ങൾ ഈ 2 ഗ്രൂപ്പിന്റെ ഇടയിലുണ്ട്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അവരിൽ ചിലരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ MLA പോലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ്. അപ്പം അത്തരത്തിലൊരു ലോലെസ്നെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ആ സ്റ്റേറ്റ് പോയിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സ് ബോർഡർ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. എസ്പെഷ്യലി മ്യാൻമറുമായിട്ട് ഭയങ്കര കയോട്ടിക് സിറ്റുവേഷൻ ആണ് മ്യാൻമറിൽ. നമുക്കറിയാം, ആ മ്യാൻമറുമായിട്ടൊക്കെ വലിയൊരു ബോർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ സമാധാനം തിരികെ കൊണ്ടുവരേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. പക്ഷെ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള, ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിൽ പരാജയമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്നവർ തെളിയിച്ചു കഴിഞ്ഞാണ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ട്, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ്, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ എൻ്റയർ ക്യാബിനറ്റിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി ഈ ക്രൈസിസിനെ മൊത്തം മിസ്ഹാൻഡിൽ ചെയ്തു. യൂണിയൻ ഗവൺമെന്റിനും അതിൻ്റെതായ ബ്ലെയിം എടുക്കാനുള്ള കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഈ സിറ്റുവേഷൻ നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യൂണിയൻ ഗവൺമെന്റ് എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതുവരെയ്ക്കും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ, അദ്ദേഹമാണല്ലോ ഹോം മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനാണ്. എന്തെങ്കിലും ഡിസിസീവ് ആക്ഷൻ എടുത്തുകൊണ്ട് ഈ വിഷയത്തിന് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് മെയിൻലി അവിടുത്തെ പൊളിറ്റിക്കൽ ബാലൻസിനെ അപ്സെറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും സെക്യൂരിറ്റി ഫോഴ്സസിന് റോളുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ഫോഴ്സസ് മാത്രം വിചാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ കഴിയത്തില്ല. പൊളിറ്റിക്കൽ വില്ലാണ് വേണ്ടത്. അതുപോലെ ഈ കമ്മ്യൂണിറ്റീസിന്റെ വാറിംഗ് ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ മീനിങ് ഫുൾ ആയിട്ട് ഡയലോഗ് നടത്താൻ, ആ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനും ഉള്ള ആ ഒരു ഇതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ട് ഗവൺമെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്തം കൂടുതൽ, അല്ലാതെ സെക്യൂരിറ്റി ഫോഴ്സസിനല്ല. അപ്പം ഈ ബീരൻ സിംഗിനെ റിമൂവ് ചെയ്യണം, അതുവഴി അവിടെ ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാക്കണം എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അലയൻസ് പാർട്ട്നേഴ്സായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ആവശ്യം പോലും ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഈ ഗവൺമെന്റിനുള്ള സപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും മണിപ്പൂരിൽ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു കൺസെൻസസിൽ കൂടെയും കോംപ്രമൈസിൽ കൂടെയും മാത്രമേ ഈ പ്രോബ്ലത്തിന് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ആദ്യം വേണ്ടത് ബീരൻ സിംഗ് മാറുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗെയിൻസ്, ഈ കമ്മ്യൂണൽ പ്രോബ്ലം നിലനിൽക്കുമ്പം കൂടുതൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ഒരു ലീഡറിനെയും മുകളിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂലെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഹീറോസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ന്യൂ ഹീറോസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിന്റെ ബോർഡർ ഗാവസ്കർ ട്രോഫി എന്ന് അറിയപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അലൻ ബോർഡർ എന്ന് പറയുന്ന പഴയ ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. ഗവാസ്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, സുനിൽ ഗവാസ്കർ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഓഫ് ഇന്ത്യ, one of the greatest batters of India, and this trophy is known by their name, Alan Border and Border Gavaskar Trophy. And India performed remarkably well during the previous outings to Australia in 2021 and 2019. Both these occasions, India won the cricket test series against Australia in their own soil. പക്ഷേ ഇപ്പോൾ India has a baggage of defeat with them, because in our own soil, in our own land,
ന്യൂസിലാൻഡ് സെറ്റ് സീരീസ് അഗൈൻസ്റ്റ് ഇന്ത്യ ഇൻ 3. നമ്മൾ കഴിഞ്ഞ മാസമല്ലേ ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ന്യൂസിലാൻഡ് ഇന്ത്യക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് സീരീസ് സ്വീപ്പ് ചെയ്യായിരുന്നു 3-0. അപ്പം പക്ഷെ അതേ സമയത്ത് നമുക്ക് വേറൊരു കാര്യം അതിനുശേഷം സക്സസ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ടോട്ടലി ഡിഫറെന്റ് ടീമായിരുന്നു. ഇന്ത്യ വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഫോർ T20 സീരീസ് ആൻഡ് വൺ ദാറ്റ് T20 സീരീസ് ബൈ എ മാർജിൻ ഓഫ് 3-1 under the captaincy of Surya Kumar Yadav. So India is the most potent force in T20 cricket in the world, and at the same time India is struggling against spin in test format of cricket. Test format of cricket India spin against ആയിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അതേസമയത്ത് T20 ഇന്ത്യയാണ് ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ഡോമിനന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒപ്റ്റിക്സിനപ്പുറം ഇതിന് വേറൊരു പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത്, ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഇന്ത്യ വാസ് ആക്ച്വലി ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ, ബട്ട് ബിക്കോസ് ഓഫ് സീരീസ് ലോസ് അഗൈൻസ്റ്റ് ന്യൂസിലാൻഡ്, ഇന്ത്യ ലോസ് ദാറ്റ് പൊസിഷൻ. ആൻഡ് if India wants to get a place in the final, India has to win comprehensively in Australia. Otherwise, India has to depend on permutation and combination. മീൻസ് മറ്റ് ടീമുകളുടെ റൺ റേറ്റ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇന്ത്യക്ക് ഫൈനലിൽ വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ ക്യാപ്റ്റൻസി ഈസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജസ്പ്രീത് ബുംറ, ബിക്കോസ് അവർ റെഗുലർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈസ് ഓൺ paternity leave because his wife gave birth to his second child, so he's on a paternity leave. So Jasprit Bumrah is going to lead India. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് ബുംറയാണ്. കാരണം ഓസ്ട്രേലിയൻ പിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഈ പേസ് ബോളിങ്ങിന് അനുകൂലിക്കുന്നതാണ്. വേൾഡിലെ ബെസ്റ്റ് പേസ് ബോളർ ഈസ് ജസ്പ്രീത് ബുംറ, ബട്ട് സോ ഹി ഹാസ് ടു പ്ലേ എ ഡിസിസീവ് പാർട്ട് ഇൻ ഇന്ത്യാസ് എന്താ പറയുക ജേണി, എന്നാലേ അത് ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിനപ്പുറം ഇതിലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ നീഡ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അതേ പേജിൽ തന്നെയാണ് ഇന്ത്യ നീഡ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിൽ. അപ്പൊ ഈ COP29 സമ്മിറ്റ് ബാക്കുവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പ്രീവിയസ് ഇയേഴ്സിനെ അപേക്ഷിച്ച് ഏതാണ്ട് 6% എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം കൂടുതലായിരിക്കും എന്നൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP എന്ന് പറയുന്ന ഏജൻസിയുടെ സ്റ്റഡി പറയുന്നത്. അപ്പൊ ഇന്ത്യ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള എമിഷനും എല്ലാ കാര്യങ്ങളും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ വേൾഡില് ഇതുവരെയുള്ള ഗ്ലോബൽ വാർമിംഗ് മൂലമുള്ള ക്ലൈമറ്റ് വൾണറബിലിറ്റീസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ക്ലൈമറ്റ്, എൻവയോൺമെന്റ്, ഹെൽത്ത്, എക്കോണമി ഇതെല്ലാം നമുക്ക് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇതിനെല്ലാത്തിനും പരസ്പരം ഒരു ഇന്റർലിങ്ക് ഉണ്ട് താനും. അപ്പൊ ഇന്ത്യക്ക് ഒരു എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി, ഇപ്പം ഇന്ത്യക്ക് അങ്ങനെ ഒരു സംഭവമില്ല. EHRA എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഇന്ത്യ ഒരു EHRA എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം ഫോർ ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ആൻ എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി EHRA വിച്ച് കുഡ് ലീഡ് ടു മോർ കോംപ്രഹെൻസീവ് ആൻഡ് കൊഹസീവ് എൻവയോൺമെന്റൽ ഗവേണൻസ് ദാറ്റ് ഫോക്കസ് സൈമിൾട്ടേനിയസ്ലി ഓൺ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ഹെൽത്ത് റിസ്ക് മിറ്റിഗേഷൻ എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതായത് ഈ അമേരിക്കയ്ക്ക്, അതുപോലെ ജർമ്മനിക്ക്, ജപ്പാൻ, ഈ 3 രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏജൻസി ഉണ്ട്. അതിന്റെ പേരൂതി പറഞ്ഞുണ്ട്, അത് പറയാം. അപ്പം അതുപോലൊരു സംഭവം ഇന്ത്യക്ക് വേണം. EHRA, പ്രത്യേകിച്ച് ഇന്ത്യ വളരെ ഫാസ്റ്റ് ആയിട്ട് എക്കണോമിക്കലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ഓരോ വർഷവും എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കണക്കുകളും അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഒപ്പം അത് ഡയറക്ട്ലി ദീസ് ക്ലൈമറ്റ് ചേഞ്ചസ് ആൻഡ് ഓൾ വിൽ ബി ട്രാൻസ്ലേറ്റ് ഇൻ ടു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്. ഓക്കെ, അപ്പം ഇതിനെല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാത്തിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നൊരു ബോഡി വേണം. നമുക്കില്ല. അതിനെയാണ് ഇവർ എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്നത്. എൻവയോൺമെന്റും ഹെൽത്തും കൂടെ ഉള്ള ബന്ധത്തിന് ലിങ്ക് ചെയ്തുകൊണ്ട് ആയിരിക്കും ആ ഏജൻസിക്ക് പേര് വരെ അങ്ങനെ പറഞ്ഞേക്കുന്നത്, എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി EPA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ജർമ്മനിക്ക് ഫെഡറൽ എൻവയോൺമെന്റ് ഏജൻസി UBA ഉണ്ട്. ജപ്പാന് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് MOE ഉണ്ട്. ഇവരെല്ലാം ഈ എൻവയോൺമെന്റും പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷനുമായിട്ടുള്ള ആ ഒരു സംഭവം അതിന്റെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എൻവയോൺമെന്റും പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ US-ലെയോ ജപ്പാനിലെയോ ജർമ്മനിയിലെയോ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ എൻവയോൺമെന്റും ഹെൽത്തും തമ്മിലുള്ള
ആ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ട് EHRA ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതുവരെയ്ക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ ഇന്ത്യക്ക് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി CPCB ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എൻവയോൺമെന്റൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന്. അതുപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഉണ്ട്, നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ. പക്ഷേ ഇവർ തങ്ങളുള്ളൊരു ഏകോപനത്തിനൊരു ഏജൻസി ഇല്ല. ആ ഏജൻസി ആയിട്ടാണ് ഇവർ EHRA പറഞ്ഞേക്കുന്നത്, ഈ പറഞ്ഞ എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഏജൻസി ഉണ്ടാക്കിയാൽ അത് നമുക്ക് എത്രത്തോളം ഉപയോഗമായിരിക്കും. അതുപോലെ ഈ ICMR പോലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അവരുടെ കയ്യിലൊക്കെ ഈ എൻവയോൺമെന്റൽ ഹെൽത്ത് റിസർച്ചിൽ വരെ ICMR എൻഗേജ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റ് നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഡേറ്റ ICMR-നുണ്ട്. പക്ഷേ ഈ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഈ ഡേറ്റ ഡയറക്റ്റ്ലി ഉപയോഗപ്പെടുത്താനുള്ള റെഗുലേറ്ററി ബോഡിയാണ് ഇല്ലാത്തതാണ്. EHRA അത്തരത്തിലൊരു പങ്ക് വഹിക്കാനുള്ള കഴിവ് അതിന് ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇതായിട്ട് വേണം EHRA ഡെവലപ്പ് ചെയ്യാനെന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ എൻവയോൺമെന്റൽ റെഗുലേഷൻ എപ്പോഴും നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും, പ്രത്യേകിച്ച് ബാധിക്കുമെന്നാണ് കുറെ പേര് കരുതുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രംപിൻ്റെയൊക്കെ പോളിസീസ് അങ്ങനെയാണ്. ട്രംപ് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഭവം പോലും ഇല്ല, അത് ആവശ്യമില്ലാതെ അങ്ങനെ കുറെ സയന്റിസ്റ്റുകൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഇംപിഡിമെന്റ് ആണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ എന്നാണ് ട്രംപ് ഒക്കെ പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദത്തിന് ഇതുപോലുമില്ല. കാര്യം എന്ന് വെച്ചാൽ US EPA പ്രവർത്തനം, ഞാൻ പറഞ്ഞു US ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ EHRA പോലെ EPA എന്നൊരു സംഗതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവിടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രീസിന് ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. എസ്പെഷ്യലി റിന്യൂവബിൾ എനർജി സെക്ടർ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പൊല്യൂഷൻ പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ്, അതിൻ്റെയൊക്കെ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ EHRA ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല, അത് കൂടുതൽ ഗ്രോത്തിന് കാരണമായിട്ട് മാറത്തേ ഉള്ളൂ എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈസ് ഡൽഹി ബിക്കമിങ് ആൻ അൺഇൻഹാബിറ്റബിൾ സിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലുണ്ട്. അതായത് ഡൽഹി ആൾക്കാർക്ക് ജീവിക്കാൻ കൊള്ളാത്തൊരു സിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്കറിയാം. ഇപ്പം എസ്പെഷ്യലി PM 2.5 പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറയുന്ന സംഭവമാണ് ഡൽഹിയിലെ ഏറ്റവും വലിയ വിഷയം. അതാണ് എയർ പൊല്യൂഷൻ. ഡൽഹിയിലെ ഏറ്റവും വലിയ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ആണ്. അപ്പോൾ എയർ പൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ സ്റ്റബിൾ ബേണിംഗ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ സ്റ്റബിൾ ബേണിംഗ് ഇല്ലാത്ത സമയത്ത് പോലും ഡൽഹിയുടെ എയർ ക്വാളിറ്റി പൂറാണ് പലപ്പോഴും. അതിന്റെ മെയിൻ റീസൺ ഡൽഹിയിലെ വെഹിക്കുലർ പൊല്യൂഷനും ഡൊമസ്റ്റിക് സോഴ്സസ് എന്നുള്ള പൊല്യൂഷനും ഭയങ്കര കൂടുതലാണ്. വെഹിക്കുലർ പൊല്യൂഷനും ഡൊമസ്റ്റിക് സോഴ്സസ് എന്നുള്ള പൊല്യൂഷനും തന്നെ ഏതാണ്ട് 58% ഒക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു അവസാനം പറയണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിലുള്ള സകല ആൾക്കാരും വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ അവര് ഷണ്ട് ചെയ്യണം. എന്നിട്ട് ദേ ഷുഡ് ഓപ്റ്റ് ഫോർ മാസ് മൊബിലിറ്റി പ്രോഗ്രാംസ് ലൈക്ക് മെട്രോ, റെയിൽവേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ MRT, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഒക്കെ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് പോകണം. അപ്പോൾ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഒക്കെ ഉണ്ടാവണം. പിന്നെ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന്, ഡൽഹി സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഇഫക്റ്റീവ് ഇടപെടലുകൾ ഉണ്ടാകണം. അപ്പോൾ ഇത് ആക്ച്വലി PM 2.5 പാർട്ടിക്കുലർ മാറ്റർ 2.5 എന്നുള്ള സംഭവം നമ്മളെ മുടിയുടെ തലമുടി ഉണ്ടല്ലോ, തലമുടിയുടെ പോലും അതിനേക്കാളും വളരെ വളരെ തിക്നെസ് കുറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മളെ ലങ്സ് വഴി നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള സകല നമ്മളുടെ ഓർഗൻസിലും എല്ലാം റീച്ച് ചെയ്യാനും ബ്ലഡിലൊക്കെ റീച്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഈ PM 2.5 മാറ്ററിന്. അപ്പോൾ അത് ഭാവിയിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും. കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹി ഭാവിയിൽ താമസിക്കാൻ കൊള്ളൂലാത്ത ഒരു സിറ്റി ആയിട്ട് മാറും എന്നുള്ള രീതിയിലുള്ളൊരു ആർട്ടിക്കിളാണിത്. പിന്നെ ടെക്സ്റ്റ് ആൻഡ് പേജ് കോണ്ടെക്സ്റ്റ് പേജ് ഒക്കെ കഴിഞ്ഞ് ന്യൂസ് പേജിലേക്ക് പോകുന്നു. ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് പേജിൽ നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒപ്പോസിഷൻ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് JPC ടെന്യൂർ ഓൺ വഖഫ് ബിൽ എന്നൊരു ന്യൂസ് കാണാം. വഖഫ് ബിൽ നമുക്കറിയാമല്ലോ, വഖഫ് അമെൻമെന്റ് ബിൽ 2024. അത് വഖഫ് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിങ്ങളുടെ അവരുടെ അള്ളാഹുവിനുള്ള സ്വത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്വത്ത് കൊടുക്കാം. എസ്പെഷ്യലി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ കൊടുക്കാറുണ്ട്. ആ സ്വത്ത് വഖഫ് സ്വത്താണ്. അത് പിന്നീട് ഒരിക്കലും വേറൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ആ വഖഫ് സ്വത്ത്
കൺട്രോൾ ചെയ്യുന്ന വഖഫ് ബോർഡുകളുണ്ട്. ഈ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കുറെ പരാതികളും ഒക്കെ ഇൻഎഫിഷ്യൻസീസും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് ഈ വഖഫ് അമെൻമെന്റ് ബില്ല് 2024 എന്നൊരു ബില്ല് കൊണ്ടുവന്നു. അപ്പം അതിന്റെ പേരിൽ കുറെ വിവാദങ്ങളുണ്ട്. അപ്പോൾ ആ വിവാദങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു JPC ഫോം ചെയ്തു. JPC മീൻസ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഓഫ് ദാറ്റ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിഗാർഡിംഗ് ദിസ് വഖഫ് ബിൽ ഈസ് Jagadambika Pal. He is a leader of BJP, Bharatiya Janata Party, the ruling party of India. And that JPC's term is going to end now. അപ്പം അതിനൊരു എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒരു ആലോചനയാണ്. അപ്പോൾ എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിന് പ്രതിപക്ഷം എതിർക്കുന്നു എന്നാണ്. Then another news is there in the same page, bottom end of that page, and that news is CAG, Comptroller and Audit General of India. New CAG of India is Sanjay Murthy. Previously it was Girish Chandra Marmu. He was the first CAG of India from the Adivasi community. His term ended on yesterday, and Sanjay Murthy is the new CAG of India, and he took his reign yesterday. Okay. Pinna world should embrace Buddhist doctrines to resolve conflicts എന്നൊരു ന്യൂസ് ആണ്. രാജ്നാഥ് സിംഗ് ആണ് അത് പറഞ്ഞേക്കുന്നത്. രാജ്നാഥ് സിംഗ് is the defense minister of India. He is currently in Laos. Laos is the host country of this year's ASEAN summit. ASEAN means Association of Southeast Asian. ASEAN is the Association of Southeast Asian Nations. It is a group consisting of 10 countries in the Southeast Asia. They are Singapore, Vietnam, Laos, Cambodia, Myanmar, Malaysia, Indonesia, Thailand, like countries. Brunei, total 10 countries are there. So this year host is Laos. Laos is the host country for conducting ASEAN Summit, Association of Southeast Asian Nations Summit. And now ASEAN Defense Ministers Conclave is going on in Laos. Capital of Laos is Vientiane. Vientiane ആണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ക്യാപിറ്റൽ ലാവോസ്, Vientiane, Vientiane, Vientiane. അപ്പം ആ ക്യാപിറ്റൽ ലാവോസ് ആയ വിയന്റിയാനിൽ വെച്ച് ഈ പറഞ്ഞ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ് ആസിയാന്റെ. അതിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് അവിടെ എത്തി. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ മറ്റ് ന്യൂസുകൾ അവിടെ വേറെ ന്യൂസും ഇല്ല. നെക്സ്റ്റ് പേജ് ഫുള്ള് അദാനി ഗ്രൂപ്പിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇപ്പം അമേരിക്കയിലുണ്ടായ വിഷയങ്ങളെ കുറിച്ചാണ്. അത് ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞാണ് എന്താണ് ആ പ്രശ്നം എന്നുള്ള കാര്യം. അതിനെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ അലിഗേഷൻസും കൗണ്ടർ അലിഗേഷൻസും ഒക്കെയാണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ ശ്രീലങ്ക ഷുഡ് ബി വിജിലന്റ് അബൌട്ട് അദാനി പവർ ഡീൽ, കോഷൻ എക്സ്പെർട്സ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നെക്സ്റ്റ് പേജിൽ, അതായത് 18th പേജിൽ ഈ ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിനെയും കുറിച്ച് 2 ന്യൂസ് ഉണ്ട്. ഈ 2 ന്യൂസും ഈ 2 രാജ്യങ്ങൾക്കും, ശ്രീലങ്കയിലും അതുപോലെ ബംഗ്ലാദേശിലും അദാനി ഗ്രൂപ്പിന് വളരെ വ്യക്തമായിട്ടുള്ള ഇൻട്രസ്റ്റുകളുള്ള ഒരു രാജ്യമാണ്. 2 രാജ്യങ്ങളാണ്. അവിടെ അവർക്ക് പവർ പ്രോജക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ പോർട്ട് പ്രോജക്റ്റുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ 2 രാജ്യങ്ങളും കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. കാര്യം US ഇത്തരത്തിലുള്ള കേസസ് ഒക്കെ അദാനി ഗ്രൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് ദേ ഷുഡ് ബി മോർ കോഷ്യസ്, ബിക്കോസ് ദേ ആർ ഇൻവെസ്റ്റിംഗ് എ ലോട്ട് ഓഫ് മണി, ദേ ആർ പമ്പിംഗ് എ ലോട്ട് ഓഫ് മണി for funding these Adani projects in both Sri Lanka and Bangladesh. So naturally those countries will be more cautious, especially opposition criticism ഒക്കെ വരും ആ രാജ്യത്തെ ഗവൺമെന്റിനെതിരെ. പിന്നെ കെനിയ ക്യാൻസൽ പ്രപ്പോസ്ഡ് ഡീൽസ് വിത്ത് അദാനി ഗ്രൂപ്പ് എന്നൊരു ന്യൂസ് കാണാം. കെനിയ ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി. കെനിയാസ് ക്യാപിറ്റൽ ഈസ് നെയ്റോബി. കെനിയാസ് പ്രസിഡന്റ് ഈസ് വില്യം റൂട്ടോ. കെനിയയുടെ പ്രസിഡന്റ് വില്യം റൂട്ടോ ആണ്, RUTO. അവിടെ കെനിയയുടെ നെയ്റോബിയിലെ എയർപോർട്ടിന്റെ മോഡേണൈസേഷൻ പ്രോജക്ട് അദാനി ഗ്രൂപ്പിനാണ് കൊടുത്തത്. ദേ ക്യാൻസൽഡ് ദാറ്റ് പ്രോജക്ട് യെസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദ cases charged against the Adani Group officials in USA, and also a lot of protests were taking place in the streets of Nairobi against this proposed project by Adani Group. അതിൽ കറപ്ഷനൊക്കെ ആരോപിച്ചുകൊണ്ട് അവിടുത്തെ ഒപ്പോസിഷനൊക്കെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു ഈ നെയ്റോബിയിലെ ഈ എയർപോർട്ട് പ്രോജക്ട് അദാനിക്ക് കൊടുത്തതിന്റെ പേരിൽ. അതുപോലെ തന്നെ അവിടെ ഒരു പവർ പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു. അതും ക്യാൻസൽ ചെയ്യപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഉള്ളൂ ആ പേജിൽ. അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഞാൻ പറഞ്ഞു അദാനി സ്റ്റോക്സ് ഡ്രാഗ് നിഫ്റ്റി ടു ഫ്രഷ് 5 months low. ഞാൻ പറഞ്ഞില്ലേ, നിഫ്റ്റി, സെൻസെക്സ്, ഇതുപോലെയൊക്കെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഇൻഡിസസ്, ബോത്ത് ഇൻഡിസസ് ഫെൽ ഡൗൺ യെസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദ
allegations leveled against Adani Group in USA and അത് അദാനി ഗ്രൂപ്പുകളിൽ വളരെ സെല്ലിങ്ങിനൊക്കെ കാരണമാവുകയും സ്റ്റോക്ക് മാർക്കറ്റിനെ താഴോട്ട് പിടിച്ചു വലിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ശക്തികാന്ത ദാസിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാം, പ്രൈസ് സ്റ്റെബിലിറ്റി ബെഡ് റോക്ക് ഫോർ സസ്റ്റെയിൻ ഗ്രോത്ത് ദാസ് എന്നൊരു ന്യൂസ് കാണാം. ഇതെല്ലാം ഞാൻ പറയുന്നത് 19th പേജിലാണ്, ബിസിനസ് പേജിലാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി ബെഡ് റോക്ക് ഫോർ സസ്റ്റെയിൻ ഗ്രോത്ത് ദാസ്. അത് നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. അതായത് ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവുള്ളതാണ്. ഇൻഫ്ലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പണപ്പെരുപ്പം ഇപ്പൊ കൂടി നിൽക്കുകയാണ്, മോർ ദാൻ 6%. നൗ ദ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇന്ത്യ ഈസ് അറൌണ്ട് 6.2%. ദ അപ്പർ ടോളറൻസ് ലിമിറ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ for retail inflation is 6%. Now that upper tolerance limit was breached by this retail inflation. Now it is around 6.2%. That is, inflation is on a higher side in India because of the food inflation. Food inflation is very, very high in India, especially vegetable prices. അതുകൊണ്ട് ഇന്ത്യയിൽ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലാണ്. ആ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഓവറോൾ റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൂടും. അപ്പോൾ അത് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളതാണ് ശക്തികാന്ത ദാസ്, ഇന്ത്യയുടെ RBIയുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഈസ് അനന്ത നാഗേശ്വരൻ, ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അനന്ത നാഗേശ്വരൻ. അതിൽ വേറൊന്നും പറയാനില്ല, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എവിടെയുണ്ട്. പിന്നെ അടുത്ത ഇന്റർനാഷണൽ പേജ്, 20th പേജ് ഈസ് വേൾഡ് പേജ്, ഇന്റർനാഷണൽ പേജ്. ഇൻ ദാറ്റ് പേജ് ദർ ഈസ് എ വെരി വെരി ബിഗ് ന്യൂസ്. ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. വാട്ട് ഈസ് ICC? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. UN has 2 courts. United Nations has 2 courts. One is ICC, International Criminal Court, and the other one is ICJ, International Court of Justice. Both are situated in Hague. Hague is a city in Netherlands. So ICC, International Criminal Court, recently issued arrest warrant against Vladimir Putin for human rights violations during the war of Ukraine and Russia. Now, the same ICC, International Criminal Court, issued another arrest warrant against Israeli Prime Minister Benjamin Netanyahu, his defense minister, and Hamas leaders for because of the human rights violations happened in the Hamas-Israel war. Hamas-Israel വാറിലുണ്ടായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിന്റെ പേരിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനും, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു, അതുപോലെ യോവ് ഗാലന്റ് എന്ന് പറഞ്ഞ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ഹമാസ് ലീഡർഷിപ്പ്, ഇവർക്കൊക്കെ എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ബോത്ത് ആർ United Nations courts. Another news is Russia launched an ICBM for the first time. Ukraine, another news on ICBM. What is ICBM? Intercontinental ballistic missile. What is ICBM? Intercontinental ballistic missile. Russia yesterday launched an ICBM against Ukraine for the first time in the Russia-Ukraine war. That is an allegation made by Ukraine President Volodymyr Zelensky. ICBM, intercontinental ballistic missile. The missiles having the range of more than 5,000 kilometers is known as ICBM, intercontinental ballistic missile. Okay, അറിഞ്ഞിരിക്കുക. Children make up 40% of displaced in Myanmar. Okay. ഇത്രയാണ് ആ പേജിലെ ന്യൂസുകൾ. പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് സീരീസിനെ കുറിച്ച് അതുപോലെ അതൊക്കെ ഉള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ Billie Jean King Cup, Italy regains Billie Jean King Cup. 22nd page. There is one very important news, especially for sports enthusiasts. Billie Jean King Cup. What is Billie Jean King Cup? Billie Jean King Cup is the team tennis championship exclusively for women. Team tennis championship. That means players cannot individually participate in Billie Jean King Cup. They can participate as a team under the banner of USA, India, Australia. Likewise, ഒരു രാജ്യത്തിന്റെ പേരിൽ അവർക്ക് അവിടെ ഒരു ടീമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. Billie Jean Cup, King Cup. The importance of this tournament is it is only for female, not for male. അപ്പോൾ Billie Jean King Cup പ്രാവശ്യം കിട്ടിയത് ഇറ്റലിക്കാണ്. ഇനി അതുപോലെ ഒരു ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. The only difference is this is exclusively for men, only for men, and it is also a team championship. People cannot individually participate in Davis Cup. It is only for men, and it is a team championship also. Davis Cup, Billie Jean King Cup equivalent ആയിട്ടുള്ള മെയിൽ championship ആണ് Davis Cup. And another news is Formula 1 championship, the world's fastest sports, Formula 1, F1.
Max Verstappen, he's the 3-time world champion in F1 championship, and he's on the verge of another championship title. If it happens, he will become the 6th person in the history of F1 to win minimum 4 titles. 4 titles win ചെയ്യുന്ന ആറാമത്തെ F1 ഡ്രൈവറായിട്ട് മാറും മാക്സ് വെർസ്റ്റാപ്പൻ. റെഡ് ബുള്ളിന്റെ ഡ്രൈവറാണ് മാക്സ് വെർസ്റ്റാപ്പൻ. ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.